അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിസ്കാരം പോലെയുള്ള ആരാധനാക്രമങ്ങൾ നിർബന്ധമാക്കിയപ്പോൾ അത്തരം ആരാധനകൾ നിർവഹിക്കാൻ ആവശ്യമായ ശുദ്ധീകരണവും നിർബന്ധമാക്കിയിട്ടുണ്ട്. സാധാരണ സാഹചര്യങ്ങളിൽ വുളൂഉം കുളിയുമാണ് ശുദ്ധീകരണത്തിനുള്ള മാർഗം. എന്നാൽ വെള്ളം ലഭിക്കാത്തപ്പോഴോ വെള്ളം ഉപയോഗിച്ചാൽ രോഗം വർദ്ധിക്കുമെന്നോ രോഗശാന്തി വൈകുമെന്നോ ഉള്ള യഥാർത്ഥ ഭയമുള്ളപ്പോഴോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ ഒരു ഇളവാണ് തയമ്മും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഫലം തജിദു മാഅൻ ഫതയമ്മമു സ്വഈദൻ ത്വയ്യിബ. അഥവാ വെള്ളം ലഭിച്ചില്ലെങ്കിൽ ശുദ്ധമായ ഭൂമിയിൽ നിന്ന് നിങ്ങൾ തയമ്മും ചെയ്യുക. സൂറത്തുൽ മാഇദ 6-ാമത്തെ ആയത്താണിത്. പ്രിയമുള്ളവരെ, ആദ്യം നമുക്ക് തയമ്മുമിൻ്റെ രൂപം മനസ്സിലാക്കാം. ശാഫിഈ മദ്ഹബ് പ്രകാരം തയമ്മും ചെയ്യാൻ ശുദ്ധമായ പൊടിയുള്ള മണ്ണോ മണലോ വേണം. നനഞ്ഞ മണ്ണ്, പൊടിയില്ലാത്ത മണല്, ഇതൊന്നും തയമ്മുമിന് പറ്റില്ല എന്നർത്ഥം. ആദ്യം ശരീരത്തിലുള്ള നജസ്സുകൾ ശുദ്ധീകരിക്കണം. എന്നിട്ട് തയമ്മുമിന് നിയ്യത്ത് വെക്കണം. തുടർന്ന് 2 കൈപ്പത്തികളും ശുദ്ധമായ പൊടിയുള്ള മണ്ണിലോ അതല്ലെങ്കിൽ മണലിലോ സ്പർശിച്ച് മുഖം മുഴുവനും തടവണം. പിന്നീട് വീണ്ടും കൈകൾ മണ്ണിൽ സ്പർശിച്ച് ഇടത് കൈകൊണ്ട് വലത് കൈയും വലത് കൈകൊണ്ട് ഇടത് കൈയും കൈമുട്ടുകൾ ഉൾപ്പെടെ തടവണം. മുഖത്തിന് ശേഷം കൈകൾ തടവുക എന്ന ഈ ഒരു ക്രമം പാലിക്കൽ നിർബന്ധമാണ്. എന്നാൽ വലതു കൈക്ക് ശേഷം ഇടതു കൈ തടവുക എന്നുള്ള ക്രമം പാലിക്കൽ സുന്നത്താണ്. തയമ്മും ആരാധനയായതിനാൽ നിയ്യത്തും അതിൽ പാലിക്കപ്പെടേണ്ട ക്രമവും വളരെ പ്രധാനമാണ്. ഇനി തയമ്മുമായി ബന്ധപ്പെട്ട് ശാഫിഈ മദ്ഹബിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില മസ്അലകളും കാര്യങ്ങളും പറയാം. ഒന്നാമതായി, തയമ്മുമിലേക്ക് മാറാൻ സാധുവായ കാരണം ഉണ്ടായിരിക്കണം. വെള്ളം ലഭ്യമല്ലാതിരിക്കുക, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചാൽ രോഗം വർദ്ധിക്കുമെന്നോ രോഗശാന്തി വൈകുമെന്നോ വിശ്വസനീയമായ ഭയമുണ്ടാവുക തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് തയമ്മും അനുവദിക്കപ്പെടുന്നത്. വെറും സൗകര്യത്തിന് വേണ്ടിയോ മടി കൊണ്ടോ തയമ്മും ചെയ്യാൻ പാടില്ല എന്നർത്ഥം. രണ്ടാമതായി, വെള്ളം ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണെങ്കിൽ അത് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട്. അന്വേഷിക്കാതെ നേരിട്ട് തയമ്മും ചെയ്യുന്നത് ശരിയല്ല. എന്നാൽ വെള്ളം ലഭിക്കില്ലെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ വീണ്ടും അന്വേഷണം നിർബന്ധമല്ല. മൂന്നാമതായി, ഫർള് നിസ്കാരത്തിനുള്ള തയമ്മും നിസ്കാര സമയം പ്രവേശിച്ചതിനു ശേഷം മാത്രമേ ചെയ്യാവൂ എന്നതാണ്. സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്ത തയമ്മും ആ ഫർള് നിസ്കാരത്തിന് മതിയാവുകയില്ല. ജുമുഅയുടെ കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജുമുഅയ്ക്ക് വേണ്ടി സമയമാകുന്നതിന് മുമ്പേ പള്ളിയിൽ പോകുന്നവർ സമയമാകുന്നതിന് മുമ്പ് തന്നെ തയമ്മും ചെയ്താൽ ആ തയമ്മും ആ ജുമുഅ നിർവഹിക്കാൻ മതിയാവുകയില്ല. നാലാമതായി, ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് നിസ്കാരം മാത്രമേ നിർവഹിക്കാവൂ. സുന്നത്ത് നിസ്കാരങ്ങളും മയ്യിത്ത് നിസ്കാരങ്ങളും എത്രയും ആവാം. അഞ്ചാമതായി, തയമ്മുമിന് ഉപയോഗിക്കുന്ന മണ്ണ് ശുദ്ധമായിരിക്കണം. ആറാമതായി, നിയ്യത്ത് തയമ്മുമിൻ്റെ അനിവാര്യ ഘടകമാണ്. മണ്ണ് അടിച്ചെടുക്കുന്നത് മുതൽ മുഖം തടവുന്നത് വരെ നിയ്യത്ത് വേണം. നിയ്യത്ത് വെക്കേണ്ടത് നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്നതുപോലെയുള്ളതാവണം. ഒരിക്കലും അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്യാൻ പാടില്ല. കാരണം തയമ്മും കൊണ്ട് അശുദ്ധി ഉയരുന്നില്ല. ഏഴാമതായി, തയമ്മുമിൻ്റെ ക്രമം തെറ്റിക്കരുത്. ആദ്യം മുഖവും പിന്നീട് കൈകളും തടവണം. ഈ ക്രമം പാലിക്കാതെ നിർവഹിച്ചാൽ തയമ്മും സാധുവാവുകയില്ല. എട്ടാമതായി, വുളൂഅ് അസാധുവാകുന്ന എല്ലാ കാര്യങ്ങളും തയമ്മുമിനെയും അസാധുവാക്കും. അതുപോലെ തയമ്മുമിന് കാരണമായിരുന്ന അവസ്ഥ അവസാനിക്കുകയോ വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം വരികയോ ചെയ്താൽ തയമ്മുമിൻ്റെ അനുമതി അവസാനിക്കും. തുടർന്ന് വുളൂഅോ നിർബന്ധമായ കുളിയോ നിർവഹിക്കേണ്ടതാണ്. ഒമ്പതാമതായി, ഒരു അവയവത്തിൽ വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സം ഉണ്ടായതിൻ്റെ പേരിലാണ് തയമ്മും ചെയ്തതെങ്കിൽ ആ അവയവം കഴുകുന്ന അവസരത്തിൽ ആയിരിക്കണം ആ തയമ്മും ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കയ്യിൽ മുറിവുണ്ടായതിന് വേണ്ടി തയമ്മും ചെയ്യുകയാണെങ്കിൽ കൈ കഴുകേണ്ട സമയം മുഖം കഴുകിയതിന് ശേഷമാണല്ലോ. അപ്പോൾ തയമ്മും ചെയ്യേണ്ടത് മുഖം കഴുകിയതിന് ശേഷം മാത്രമാണ്. ഇങ്ങനെ
ഒന്നിൽ കൂടുതൽ അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തയമ്മുമിൻ്റെ എണ്ണവും വർദ്ധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, കയ്യിലും കാലിലും മുറിവ് പറ്റിയതിൻ്റെ പേരിൽ തയമ്മം ചെയ്യുകയാണെങ്കിൽ കൈ കഴുകേണ്ട അവസരത്തിലും കാല് കഴുകേണ്ട അവസരത്തിലും ഓരോ വീതം തയമ്മുകൾ ചെയ്യേണ്ടി വരും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം അവയവങ്ങളിൽ ബാൻഡേജുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ വെള്ളം കൊണ്ട് തടവുകയും അവയവത്തിൽ വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സമില്ലാത്ത ഭാഗങ്ങളിൽ വെള്ളം ഉപയോഗിക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. 10-ാമതായി, വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സമുള്ള അവയവത്തിൽ ബാൻഡേജോ മറ്റോ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധിയോട് കൂടെയല്ല കെട്ടിയതെങ്കിൽ പിന്നീട് തയമ്മം ചെയ്ത് നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരങ്ങളും മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. അതുപോലെ ബാൻഡേജോ കെട്ടോ ഉള്ളത് തയമ്മുമിൻ്റെ കൂടി അവയവത്തിൽ ആണെങ്കിൽ, അഥവാ മുഖത്തോ കയ്യിലോ ആണെങ്കിൽ എന്തായാലും മടക്കണം എന്നുള്ള പണ്ഡിത അഭിപ്രായം ഇവിടെ ശ്രദ്ധേയമാണ്. എങ്കിൽ തന്നെയും മടക്കി നിസ്കരിക്കൽ പ്രയാസകരമാണെങ്കിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം പിടിച്ച് മടക്കേണ്ടതില്ല. പ്രിയമുള്ളവരെ, തയമ്മും ഒരു ഇളവാണ്, എന്നാൽ അതിന് നിസ്സാരമായി കാണാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ ഒരു ആരാധനയാണ്. അതിനാൽ അതിൻ്റെ നിബന്ധനകളും രൂപവും കൃത്യമായി പഠിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ദീൻ ശരിയായ രീതിയിൽ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.